ഇല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റും. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. അതിനുള്ള എന്ത് പറയാനാണ്? അതെ, ഇത് ഞാൻ പറഞ്ഞതല്ലേ. ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നു. മനസ്സിലായി? കാറിൻ്റെ പുറയിലേ, കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. നമ്മൾ സാറിന് SP-മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ചു. അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു SP-യുടെ IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ സീറ്റിൻ്റെ പുറയിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പറയാനുള്ളൂ. ഇറങ്ങിപ്പോയോ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിപ്പോൾ വീഡിയോ ഒന്നുമില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. വീഡിയോ ഉണ്ട് ഗണേഷ് കുമാർ, വീഡിയോ ഉണ്ട്. അത് വിവരമുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴുള്ള ഈ വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ. അത് കണ്ടു നോക്ക് നിങ്ങൾ. കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എൻ്റെ കയ്യിലില്ല. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴ, അവനെ കാണാൻ പോയപ്പോൾ അവൻ്റെ തലയിൽ. പിന്നെ കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിറന്നാൾ കേക്ക് മുറിച്ചു. ഒടുവിൽ ആര്യരാരം പാടി ഷഫീഖിനെ കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. പ്രബുദ്ധ ജനതയെന്ന് ഊറ്റം കൊള്ളുന്ന ഞാനടക്കമുള്ള മലയാള നാട്ടിലെ ഇത്തരം നേതാക്കൾ തന്നെ വെറുപ്പ് വിതയ്ക്കാൻ മുന്നിൽ നിൽക്കുന്നത് സത്യത്തിൽ വളരെ ഖേദകരമായ അവസ്ഥയാണ്. ഇതെല്ലാവർക്കും ബാധകമാണ്. ദയവായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക.